ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ബൈബിൾ സ്റ്റഡിയായി കൂടി വരുവാൻ ദൈവം നമുക്കിടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചന പഠനം ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുസന്നിധിയില് തിരുപാദപീഠത്തില് തിരുവചനം പഠിക്കുന്നതിനായിട്ട് കൂടി വരുവാൻ ഞങ്ങളെ സഹായിച്ചതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന ഏവരെയും ഓൺലൈനായി സംബന്ധിക്കുന്ന എല്ലാവർക്കായും നന്ദിയോട് സ്തോത്രം. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഞങ്ങൾ ചെലവഴിക്കുന്ന സമയം ഏറ്റവും അനുഗ്രഹരമാക്കി തീർക്കണം. ദൈവത്തിൻ്റെ വചനം കർത്താവെ ശരിയാവണ്ണം ഗ്രഹിപ്പാന്, പഠിപ്പാന്, ഒരുമിച്ച് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കുമാറാകണമേ. വചനത്തിൻ്റെ രഹസ്യങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ആത്മാവ് അത് ഞങ്ങൾക്ക് വെളിപ്പെടുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ ഒരുക്കണം കർത്താവെ. മഹത്വം അവിടുന്ന് മാത്രം എടുക്കണം. അടിയനെയും ശക്തീകരിക്കണം, ബലപ്പെടുത്തണം, കൃപയിൽ പൊതിയണമേ എന്ന് അപേക്ഷിക്കുന്നു. സകല കൃപകളാൽ നിറച്ചാട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയും വിനയവുമായി യാചിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മള് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം, അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 17 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ ഒരുമിച്ച് ചിന്തിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. 17 മുതലുള്ള വാക്യങ്ങൾ, പ്രത്യേകിച്ചും 17 മുതൽ ആദ്യത്തെ ചില വാക്യങ്ങൾ വായിക്കാം. വായിച്ച ശേഷം നമുക്ക് ആ ഭാഗത്തേക്ക് തിരിയാം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകം വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ എന്നും ഉണ്ടല്ലോ. 17ഉം 18ഉം വാക്യങ്ങള് മൂപ്പന്മാരെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഓർപ്പിക്കുകയാണ്. എഫെസോസിലെ സഭയിലെ മൂപ്പന്മാരോട് താന് എങ്ങനെ ആയിരിക്കണം, അവരോട് ഇടപെടേണ്ടത്, പെരുമാറേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അവർക്ക് എങ്ങനെയാണ് അവർക്ക് സഭയിൽ നിന്നുള്ള പ്രതിഫലം നൽകേണ്ടത് എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്തെ സഭാ ശുശ്രൂഷകരെ പോലെ അല്ല, പ്രത്യേകിച്ചും ചർച്ച് ഓഫീസേഴ്സ്, എൽഡേഴ്സ് എന്ന് പറയുമ്പോൾ പല വിധത്തിലുള്ള സഭാ ഭരണ സംവിധാനങ്ങളുണ്ട്. എപ്പിസ്കോപ്പൽ ചർച്ചസ് ഉണ്ട്, കോൺഗ്രിഗേഷണൽ ചർച്ചസ് ഉണ്ട്, അതുപോലെയുള്ള വിവിധ സംവിധാനങ്ങൾ, പാസ്റ്റേഴ്സ് ഉള്ള, പ്രസ്ബിറ്റേഴ്സ് ഉള്ള ചർച്ചസ് ഉണ്ട്. അപ്പോൾ ഈ ചർച്ചസിലൊക്കെ ഉള്ള വിവിധ തരം ഭരണ സംവിധാനങ്ങളാണ്. എന്നാൽ ഇവിടെ പ്രത്യേകിച്ച് മൂപ്പന്മാരെന്ന് പറയുമ്പോൾ എൽഡേഴ്സ് എന്നുള്ള പദമാണല്ലോ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു സഭയില് 2 തരം എൽഡേഴ്സ് അന്നത്തെ സഭകളിലെല്ലാം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചർച്ചിന്റെ അഡ്മിനിസ്ട്രേഷൻ, സഭയുടെ മൊത്തം കാര്യങ്ങള് നോക്കിക്കണ്ട് നടത്തുന്നവരെ റൂളിംഗ് എൽഡേഴ്സ് എന്ന് പറയുമായിരുന്നു. ദോസ് ഹു ആർ ഓവർസീയിങ് ദി ചർച്ച് അഫയേഴ്സ്, സഭയുടെ കാര്യങ്ങൾ അവര് റൂളിംഗ് എൽഡേഴ്സ്, തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പിലാക്കുകയും ഒക്കെ ചെയ്യുന്ന റൂളിംഗ് എൽഡേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ അതേസമയം തന്നെ ടീച്ചിങ് എൽഡേഴ്സും ഉണ്ടായിരുന്നു. മൂപ്പന്മാരാണ് ചില സഭകളിലൊക്കെ, പ്രസ്ബിറ്റീരിയൻ ചർച്ചസിലൊക്കെ അങ്ങനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവർക്ക് പാസ്റ്റേഴ്സ് ആണ്. അതില് പാസ്റ്റേഴ്സിന് ടീച്ചിങ് എൽഡേഴ്സ് എന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ നോക്കുന്നവർ റൂളിംഗ് എൽഡേഴ്സ് എന്നാണ് പറയുന്നത്. ഭരണ നിർവഹണം നടത്തുന്നവരും പഠിപ്പിക്കുന്നവരും. എന്നാൽ പഠിപ്പിക്കുന്നവർ തന്നെ ഭരണ നിർവഹണത്തിലും ഇടപെടുന്ന ഒരു സിസ്റ്റമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇംഗ്ലീഷിൽ ആ വാക്യം ഇങ്ങനെയാണ്: ദി എൽഡേഴ്സ് ഹു ഡയറക്ട് ദി അഫയേഴ്സ് ഓഫ് ദി ചർച്ച് വെൽ ആർ വർത്തി ഓഫ് ഡബിൾ ഓണർ, എസ്പെഷ്യലി ദോസ് ഹൂസ് വർക്ക് ഈസ് preaching and teaching. The elders who direct the affairs of the church. ന്യൂ ലിവിംഗ് ട്രാൻസ്ലേഷനില് ആ വാക്യം ഇങ്ങനെയാണ്: elders who do their work well should be respected and paid well,
എസ്പെഷ്യലി ദോസ് ഹു വർക്ക് ഹാർഡ് അറ്റ് ബോത്ത് പ്രീച്ചിങ് ആൻഡ് ടീച്ചിങ്. അപ്പോ ഇവിടെ രണ്ട് തരം എൽഡേഴ്സിനെ കുറിച്ച്, ദോസ് ഹു ഡയറക്ട് ദി അഫയേഴ്സ് ഓഫ് ദ ചർച്ച്, സഭ ഭരണ നിർവഹണം നടത്തുന്നവർ. അപ്പോ അങ്ങനെയുള്ള ഒരു കൂട്ടരും, എന്നാൽ ദൈവവചനം പഠിപ്പിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള മറ്റൊരു കൂട്ടരും ആ സഭയിലുണ്ടായി. ഇന്നത്തെ കാലത്ത് റൂളിംഗ് എൽഡേഴ്സ് കൂടുതലും എല്ലാ സഭകളിലും, അത് ഏത് ഭരണ സംവിധാനമാണെങ്കിലും, അവർ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സഭയെ കുറിച്ചൊക്കെ നോക്കുമ്പോൾ സഭയില് CSI പോലുള്ള സഭകളിൽ ചർച്ച് വാർഡൻസ് അല്ലെങ്കിൽ കൈക്കാരെന്ന് പറയും. മറ്റ് എപ്പിസ്കോപ്പൽ സഭകളിലൊക്കെ അതിന്റെ ഒരു ഇടവകയിലാണെങ്കിൽ അതിന്റെ സെക്രട്ടറി, ട്രസ്റ്റി, അക്കൗണ്ടന്റ്, അങ്ങനെയുള്ള പോസ്റ്റുകളുണ്ട്. പിന്നെ പ്രസിഡന്റ് അച്ഛനായിരിക്കും വൈസ് പ്രസിഡന്റ്. എന്നാൽ വൈസ് പ്രസിഡന്റ് തൊട്ട് താഴോട്ടുള്ളവരെയൊക്കെ ചർച്ച് ഓഫീസേഴ്സ് എന്നാണ്. സഭയുടെ ഭരണ നിർവഹണ കാര്യത്തിൽ കൈസ്ഥാന സമിതി അല്ലെങ്കിൽ കമ്മിറ്റിക്കാര് എന്നൊക്കെ പറയുന്നവർ. അപ്പൊ അവരോടൊക്കെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുള്ളതാണ് ഇവിടെ തീമത്തിയോസിനോട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ കാലത്ത് മറ്റു പല ജോലികളുള്ളവര് ഇടവകയുടെ സെക്രട്ടറി ആയിട്ടോ ട്രസ്റ്റി ആയിട്ടോ ഒക്കെ ജോലി ചെയ്യും. പക്ഷെ അന്നത്തെ കാലത്ത് അങ്ങനെ അല്ലായിരുന്നു. അവര് ഫുൾ ടൈം സർവീസ് ആയിരുന്നു. മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ അവര് പൂർണ്ണമായും ഇടവകയിലെ അല്ലെ ആ പ്രാദേശിക സഭയിലെ കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് അവര് വേറൊരു ജോലിയും ചെയ്യാത്തത് കൊണ്ട് അവർക്ക് അതിനൊരു റെമ്യൂണറേഷൻ, അവർക്കൊരു പ്രതിഫലം കൊടുക്കേണ്ടതായിട്ടിരുന്നു. അപ്പൊ അവർക്ക് അതെങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നത്. നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തീമത്തിയോസ് ഒരു ചെറുപ്പക്കാരനാണ്. പൗലോസ് അപ്പോസ്തലൻ പ്രവർത്തിച്ച് സ്ഥാപിച്ചതായിട്ടുള്ള ഒരു സഭയാണ് എഫെസോസിലെ സഭ. 3 വർഷം താമസിച്ച് പ്രവർത്തിച്ചു. അതൊരു വലിയ സഭയാണ്. അവിടെ അനേകം മൂപ്പന്മാരുണ്ടായിരുന്ന ഒരു സഭയാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പൗലോസിന് ആ സഭയിലെ മൂപ്പന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നു. അത്രയും നല്ലൊരു ബന്ധം തീമത്തിയോസിനെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞോ എന്ന് നമുക്ക് സംശയം തോന്നും. കാരണം അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തില് അപ്പോസ്തലനായ പൗലോസ് മിലേത്തോസിലേക്ക് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് 20:17 മിലേത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 20:17, 18. പിന്നെ താഴോട്ടുള്ള വാക്യങ്ങൾ 35 വരെയുള്ള വാക്യങ്ങളെല്ലാം തന്നെ ആ മൂപ്പന്മാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പ്രബോധനങ്ങളാണ്. ദുരുപദേശക്കാരും വിപരീതോപദേശം പ്രസ്താവിക്കുന്നവര് വരും, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഓർത്തുകൊള്ളുവീൻ എന്നൊക്കെ പറഞ്ഞിട്ട് 36-ാമത്തെ വാക്യത്തിൽ നോക്കിയാൽ ആ മൂപ്പന്മാരുമായിട്ടുള്ള പൗലോസിന്റെ ഒരു ബന്ധം കാണാനായിട്ട് കഴിയും. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. അപ്പൊ ഈ മൂപ്പന്മാരെല്ലാം അവിടെ വന്നിരുന്നു. പൗലോസിനെ കപ്പൽ കയറ്റി അയക്കാനായിട്ട് വന്നതാണ്. പൗലോസ് എഫെസോസിൽ പോകാതെ മിലേത്തോസിൽ അടുത്തിട്ട് അവിടേക്ക് ഇവരെ വരുത്തിയതാണ്. അവരെല്ലാവരോടും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ചു. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്ര അയച്ചു. ഇപ്പൊ എഫെസോസിലെ മൂപ്പന്മാരുമായിട്ടുള്ള പൗലോസിന്റെ ബന്ധം അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും. അവരെല്ലാവരും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു. അവരവനെ കെട്ടിപ്പിടിച്ച്, കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു, അവനോടുകൂടെ കരഞ്ഞു, കപ്പലോളം ചെന്ന് അവനെ യാത്രയാക്കി. അപ്പൊ അത്രയ്ക്ക് നല്ലൊരു ബന്ധം എഫെസോസിലെ മൂപ്പന്മാരും പൗലോസും തമ്മിലുണ്ടായിരുന്നു. ആ സഭയിലേക്കാണ് വലിയൊരു ശ്രേഷ്ഠനായ, വലിയ കഴിവുറ്റ, ദൈവാത്മപ്രേരിതനായ, വലിയ ഉന്നതനായ ഒരു ഇടയൻ സ്ഥാപിച്ച, പൗലോസിനെ പോലെ ഒരാൾ സ്ഥാപിച്ച സഭ, പ്രവർത്തിച്ച സഭ, അവിടേക്കാണ് ഈ ചെറുപ്പക്കാരനായ തീമത്തിയോസ് വന്നിരിക്കുന്നത്. അത്ര അടുപ്പം മൂപ്പന്മാരോട് കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞു കാണത്തില്ല. തീമത്തിയോസ് സ്വതവേ ഒരു ഭീരുവാൻ, ഒരു പേടിയുള്ള ആളായിരുന്നു. അതുകൊണ്ടാ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് തന്നത് എന്ന് പറയുന്നു. അപ്പോ മാത്രമല്ല, ഇവിടെ ശാരീരികമായി ചില പ്രയാസങ്ങൾ തീമത്തിയോസിന് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. കാരണം ഇവിടെ 5-ാം അധ്യായത്തിൽ പറയുന്നു,
മേലാൽ 23-ാമത്തെ വാക്യം, മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടെയുള്ള ക്ഷീണതയും നിമിത്തം അല്പം വീഞ്ഞും സേവിച്ചുകൊള്ളുക. അപ്പോ ശാരീരികമായ എന്തൊക്കെയോ ചില പ്രശ്നങ്ങൾ ആർക്കുണ്ടായിരുന്നു? തീമത്തിയോസിനുണ്ടായിരുന്നു. സ്വതവേ ഒരു ഭയമുള്ള ആളായിരുന്നു, വലിയ ധൈര്യത്തോടെ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും ചെയ്യുന്ന, തന്നെത്താൻ അസേർട്ട് ചെയ്യുന്ന ആളല്ലായിരുന്നു. അപ്പോ പൗലോസിന്റെ പിന്നാലെ പൗലോസ് പ്രവർത്തിച്ച സഭയിൽ ആണ് തീമത്തിയോസ് ആയിരിക്കുന്നത്. അപ്പൊ മൂപ്പന്മാരോടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് പ്രത്യേകമായിട്ട് അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനെ ഉപദേശിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ പൂർണ്ണ സമയം സഭയുടെ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന മൂപ്പന്മാരാണ് അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണ സമയം അവർ സഭയുടെ വേലയിലായിരിക്കുമ്പോൾ അവർക്ക് മറ്റൊരു ജോലി ചെയ്യാനോ അവരുടെ ഭവനത്തിന്റെ ഉപജീവനം നടത്താനോ ഉള്ള വരുമാനം ലഭിക്കാത്തത് കൊണ്ട് സഭയിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും ഒരു പ്രതിഫലം, ഒരു അലവൻസ് അല്ലെങ്കിൽ ഒരു റെമ്യൂണറേഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർപ്പിക്കുകയാണ്, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകിച്ചും വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന്, ഡബിൾ ഓണർ എന്നാണ് പറയുന്നത്, ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. അപ്പോ ഈ ഇവിടെ പറയുന്നത് ഡബിൾ ഓണർ എന്ന് പറയുമ്പം ജനറസ് പേ എന്നുള്ളതാണ്. ഇവിടെ ഒരു സഭയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് മറ്റേതെങ്കിലും ജോലി പോലെ നടത്താവുന്ന ഒന്നല്ല എന്ന് നാം മനസ്സിലാക്കണം. പ്രത്യേകിച്ചും സെക്യുലർ മേഖലയിൽ നിന്ന് ഉയർന്ന ഉദ്യോഗത്തിൽ ഇരുന്ന് വിരമിച്ചവരൊക്കെ വന്ന് ഇടവകയിലെ സെക്രട്ടറിമാരും അല്ലെ ട്രസ്റ്റിയും കണക്കിനൊക്കെ ആവും, കണക്ക് നല്ലപോലെ എഴുതാൻ അറിയാം എന്നൊക്കെയുള്ള നിലയിൽ. ഇന്നത്തെ സാഹചര്യം അതാണ്. പക്ഷെ അന്നത്തെ സാഹചര്യം അതല്ല. അവരെ സംബന്ധിച്ചിടത്തോളം സഭാകാര്യങ്ങൾ നോക്കുന്നതോടൊപ്പം തന്നെ അവര് ടീച്ചിങ്ങില്, പ്രീച്ചിങ്ങില്, ദൈവവചനം പ്രസംഗിക്കുന്നതിലും പഠിപ്പിക്കുന്നതിലും നന്നായിട്ട് അധ്വാനിക്കുന്നവരായിരിക്കണം എന്നുള്ളത് ഇവിടെ നമുക്ക് ഒരു നിബന്ധനയായിട്ട് തന്നെ കാണുവാനായിട്ട് കഴിയും. അതാണ് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണുക. അപ്പൊ പിന്നീട് നമ്മൾ താഴോട്ട് വരുമ്പോൾ വായിക്കുന്നുണ്ട് മൂപ്പന്മാരെ തെരഞ്ഞെടുക്കുന്നതിന്റെ ക്രൈറ്റീരിയയൊക്കെ. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു പ്രാദേശിക സഭ വളരുന്നത് ദൈവവചനം നൽകുന്നതിലൂടെ. ദൈവവചനം നൽകുന്നില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ എന്നുള്ള വാക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങള് അവിടെ സഭയുടെ പണി എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് അവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണുവാനായിട്ട് കഴിയും. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, എഫേസ്യർ 4:11-12. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടിയാ? അവരെ ചിലരെ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും പ്രവാചകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകരായും നിയമിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നാണ് അടുത്ത വാക്യം പറയുന്നത്, 12-ാം വാക്യം. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലും ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിന്റെ സമ്പൂർണതയായ പ്രായത്തിന്റെ അളവും പ്രാപിക്കുവോളം തന്നെ. അപ്പൊ ക്രിസ്തുവിന്റെ സമ്പൂർണതയിലേക്ക്, യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുന്നതിന് ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തിൽ, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ അവര് വളർന്നു വരുന്നതിനാണ് ചിലരെ ദൈവം തന്റെ സഭയിൽ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും പ്രവാചകന്മാരായും സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിട്ടുള്ളത്. അപ്പോ ഒരു സഭാ ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം, ഒരു മൂപ്പനെ സംബന്ധിച്ചിടത്തോളം, ഒരു എൽഡറെ സംബന്ധിച്ചിടത്തോളം അവര് വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരായിരിക്കണം. കാരണം വചനത്താൽ മാത്രമേ സഭയുടെ കെട്ടുപണി നടക്കപ്പെടുകയുള്ളൂ. വചനം നൽകുന്നില്ലെങ്കിൽ
യഥാർത്ഥമായി വചനം നൽകാത്ത സഭകളിലൊക്കെയാണ് പ്രശ്നങ്ങൾ കൂടുതലുണ്ടാകുന്നത്. കാര്യം ദൈവവചനത്തിന്റെ സത്യങ്ങള് ജനം മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവരാ സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നവരായിരിക്കും. വിശ്വാസികള് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ, വിശ്വാസികള് വിശ്വാസത്തിൽ വളരണമെങ്കിൽ അവർക്ക് ദൈവവചനം യഥാർത്ഥമായി നൽകണം. ദൈവവചനത്തിനും ഉപദേശത്തിലും, ഇവിടെ ഡോക്ട്രിൻസ് എന്നുള്ള വാക്കാണ് ചില ട്രാൻസ്ലേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ശുശ്രൂഷകര് നന്നായിട്ട് ദൈവവചനം അവരുടെ വിശ്വാസികൾക്ക്, ആ സമൂഹത്തിന്, ആ കൂട്ടായ്മയിലുള്ളവർക്ക് നൽകുന്നവരായിരിക്കണം. ബിലീവേഴ്സ് മസ്റ്റ് ബി ഫെഡ്, ക്ലെൻസ്ഡ് ആൻഡ് സ്ട്രെങ്തൻഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാനും ദൈവവചനത്തിൽ പോഷിപ്പിക്കപ്പെടുവാനും ദൈവവചനത്തിൽ വിശ്വാസികളെ ബലപ്പെടുവാനും ഇടയാകണം. അതാണ് മൂപ്പന്മാരെ കുറിച്ച് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മുടെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പറഞ്ഞാൽ, അച്ഛന്മാരെന്നോ പാസ്റ്റർമാരെന്നോ ഒക്കെ പറഞ്ഞാൽ അവർ ദൈവവചനം സഭയ്ക്ക് നൽകുന്നവരായിരിക്കണം. യഥാർത്ഥമായി അപ്പോസ്തലനായ പൗലോസ് ഇടയലേഖനങ്ങളിലെല്ലാം അത് വളരെ ശക്തിയായി ഉത്ബോധിപ്പിക്കുന്നുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി നിൽപ്പാൻ ശ്രമിക്കുക എന്ന് 2-ാം അധ്യായത്തിൽ, 2 തിമോഥെയോസ് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. 4-ാം അധ്യായത്തില് താന് അവസാനമായിട്ട് പറയുന്നത് വചനം പ്രസംഗിക്കുക സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക എന്നാണ് 4-ാം അധ്യായത്തിൽ. അപ്പോ ദൈവവചനം കൊടുക്കണം. അങ്ങനെ ഉള്ളവർക്ക് ദൈവവചനം നൽകുവാൻ വേണ്ടി അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണണം എന്നാണ് പറയുന്നത്. അപ്പോ അത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം അവൻ ദൈവവചനത്തിൽ അധ്വാനിക്കുന്നവനാണെങ്കിൽ സഭ അവനെ കരുതണം എന്നുള്ളതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉദ്ബോധിപ്പിക്കുന്നത്. ഗലാത്യ ലേഖനം 6-ാം അധ്യായം എടുത്തു നോക്കിയാൽ അവിടെയും അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, വചനം പഠിക്കുന്നവൻ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. അപ്പോ ഒരു സഭയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഇടയിലെ ശുശ്രൂഷകരെ സംരക്ഷിക്കുക എന്നുള്ളത്. സംരക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആവശ്യങ്ങളെ നിറവേറ്റുക എന്നുള്ളത് ഒരു സഭയുടെ ഉത്തരവാദിത്തം. അതുകൊണ്ടാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് തിരുവെഴുത്ത് പറയുന്നു, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനെന്നും ഉണ്ടല്ലോ. പലപ്പോഴും ദൈവവചന ശുശ്രൂഷ ചെയ്യുന്നവരെ അവർക്ക് ഒരു പ്രതിഫലം കൊടുക്കുന്നത് ചിലരെങ്കിലും, പ്രത്യേകിച്ച് അവരത് ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന, ഫ്രീ എന്ന് പറയുമ്പം ആ വാക്ക് അങ്ങനെ ചിന്തിക്കുന്ന ധാരാളം പേര്. എന്നാൽ ഇവിടെ വേദോസ്തം പറയുന്നു, കർത്താവ് തന്നെ പറഞ്ഞ വാക്കാണ്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തില് കർത്താവ് തന്നെ പറഞ്ഞാണ്, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കെട്ട കെട്ടരുത് എന്ന് പറഞ്ഞാൽ എന്താ? അന്നത്തെ കാലത്ത് കറ്റ മെതിക്കാൻ നിർത്തിയിരിക്കുന്നത് അല്ലെ, കാളെ കൊണ്ട് ചവിട്ടിച്ചാണ് ഈ കറ്റയിൽ നിന്ന് നെന്മണി താഴേക്ക് വീഴുന്നത്. ഈ കറ്റ മെതിക്കുമ്പം നെന്മണി പോയാൽ പിന്നെ ബാക്കി എന്തുകൊണ്ട്? കച്ചിയുണ്ട് അല്ലേ? ആ കച്ചി ഈ കാള മെതിക്കുന്ന കൂട്ടത്തിൽ 2 തിന്നാതിരിക്കാൻ വേണ്ടി അതിന് മുഖം പൊളിക്കാൻ വയ്യാത്ത പോലൊരു മുഖത്തിനൊരു ക്യാപ്പ് ഇടുന്നതിന് അതിന് മുഖക്കൊട്ടയം. ഇത് ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 25-4 വായിക്കാമോ? കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കെട്ട് കെട്ടരുത്. ആ വാക്യം തന്നെയാണ് ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിലെ കർത്താവ് പറയുന്നത്. അത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ലൂക്കോസ് 10:7. ലൂക്കോസ് 10:7. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനല്ലോ. കർത്താവ് വേറെ 70 പേരെ നിയമിക്കുമ്പോൾ പറഞ്ഞതാണ്, നിങ്ങൾ ഒരു വീട്ടിൽ ചെന്നാൽ അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് അവിടെ പാർപ്പീൻ, വേലക്കാരൻ തന്റെ കൂലിക്ക്
യോഗ്യനാണ്. അപ്പോ ഒരു പ്രാദേശിക സഭ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അദ്ദേഹത്തെ സഹായിക്കേണ്ടത്, പ്രത്യേകിച്ചും ജനറസ് ആയിട്ട് കൊടുക്കേണ്ടത്, ഔദാര്യമായിട്ട് കൊടുക്കേണ്ടത്, അതാ ഇരട്ടിമാനം എന്ന് പറയും, കൊടുക്കേണ്ടത് ആ പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ സഭയ്ക്ക് അതിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടും എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. അപ്പോ ദൈവമക്കളെ കരുതാത്തൊരു സഭ അതിന്റെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തുന്ന ഒരു സഭയും ആയിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോ ദൈവമക്കളെ കരുതാത്ത സഭ ലോകത്തിന് മുമ്പിൽ ഒരു മോശമായ സാക്ഷ്യമാണ് നൽകുന്നത്. എന്നാൽ അതിന് മറുപുറവുമുണ്ട്. കാരണം പണത്തിനു വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്യുന്നവനാകരുത് ഇടയൻ, അല്ലേ? ഒരു വശം സഭ അല്ലെങ്കിൽ കൂട്ടായ്മ ദൈവവചന ശുശ്രൂഷിക്കുന്നവരെ നന്നായിട്ട് കരുതണം. കരുതാതിരിക്കുന്നത് സഭയ്ക്ക് അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്നതും അവരുടെ നല്ല സാക്ഷ്യം ഇല്ലാതാക്കുന്നതുമാണ്. എന്നാൽ ഒരു സഭാ ശുശ്രൂഷകൻ പണത്തിനു വേണ്ടി മാത്രം ശുശ്രൂഷ ചെയ്യുന്നവൻ ആയിരിക്കരുത്. പണം അവരുടെ മുഖ്യ ലക്ഷ്യം ആയിരിക്കരുത്. അതുകൊണ്ടാണ് 1 തീമോഥെയോസ് 3:3 തന്നെ ആ മൂപ്പന്മാരെ കുറിച്ച് പറയുന്നത് ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും ആയിരിക്കണം എന്നാണ് പറയുന്നത്. ചിലർക്ക് വലിയ സഭ കിട്ടണം, വലിയ ഇടവ കിട്ടണം, അല്ലെ, കൂടുതൽ പണം ലഭ്യമാകുന്ന പോസ്റ്റിംഗ് വേണം, അതൊക്കെയാണ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങുമ്പം ചിലരുടെയൊക്കെ താല്പര്യം. എന്നാല് മാത്രവുമല്ല, അത് പ്രസംഗങ്ങളിൽ പോലും ആളുകള് അത് കൊടുക്കാൻ വേണ്ടി അവരെ പ്രേരിപ്പിക്കുന്ന പ്രസംഗകരും ഉള്ളതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പൊ ഇതിന്റെയൊക്കെ പിമ്പിലുള്ള മോട്ടിവേഷൻ പണസമ്പാദനം എന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ആയിരിക്കരുത്. എന്നാൽ സഭ അവരുടെ പ്രവർത്തകരെ കരുതുന്ന സഭയായിരിക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ദൈവം അതിനെ ഓർപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, അതിനെ പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണം. ചില സഭക്കാരൊക്കെ അങ്ങനെ ഉണ്ട്. 10 ഏത്തക്കൊല, ഇല്ലയോ, 10 ഏത്തവാഴ വെച്ചു 5 കൊല വെട്ടിയാൽ 1 കൊല അവരുടെ സഭാ ശുശ്രൂഷന് കൊണ്ടു കൊടുക്കുന്ന സഭക്കാരും ഉണ്ട്. അത് എല്ലാ നന്മയിലും ഓഹരി കൊടുക്കണമെന്ന് പറയുമ്പം ചെയ്യുന്നതാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെയുണ്ട്. അപ്പോ എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങളില് അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 33-34 വാക്യങ്ങൾ എഫെസോസിലെ മൂപ്പന്മാരോട് തന്നെ പറയുകയാണ്, ഞാൻ നിങ്ങളുടെ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഒന്നും മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്ന് പറഞ്ഞാൽ എന്റെ ആവശ്യത്തിനും എന്നോട് ഉള്ളവർക്കും വേണ്ടി, അവരുടെ ആവശ്യത്തിനും വേണ്ടി ഈ കൈകളാൽ, ഒരു പക്ഷേ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ച് തന്റെ കൈ ഇങ്ങനെ കാണിച്ചോണ്ടാ പറയുന്നത്, ഈ കൈകളാൽ ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞാൽ ആ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, നല്ല തഴമ്പുണ്ടായിരുന്നു. പൗലോസിന്റെ അധ്വാനം എങ്ങനെയായിരുന്നു? കൂടാരപ്പണിയായിരുന്നു, അല്ലേ? കൂടാരപ്പണി ചെയ്യുമ്പോൾ വലിയ സൂചി കൊണ്ട് വലിയ പടുതാ പോലുള്ളതൊക്കെ തയ്ക്കണമായിരിക്കും. അതുകൊണ്ട് കൈക്ക് അതുകൊണ്ട് ഈ കൈകളാൽ ഞാൻ അധ്വാനിച്ചു എന്ന് പറയും. അപ്പോ സ്വയം അധ്വാനിച്ച്, അത് ആ സഭയുടെ തുടക്കത്തിലാണ് അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്തതാണ്. എന്നാൽ ഇന്ന് സഭ കുറച്ചുകൂടെ വളർന്നപ്പോൾ പറയുകയാണ്, അവിടുത്തെ മൂപ്പന്മാരൊക്കെ നിങ്ങള്, പ്രത്യേകിച്ചും വചനം പഠിപ്പിക്കുന്നവരെ, വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരെന്നാണ്. 1 തെസ്സലോനിക്കർ 2:9 1 തെസ്സലോനിക്കർ 2:9 സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. പൗലോസ് തെസ്സലോനിക്കയിലായിരുന്നപ്പോൾ പറയുന്നത്, ഞങ്ങളുടെ അധ്വാനവും ഞങ്ങളുടെ പ്രയാസവും ഒക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ.
നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുതെന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തു. പകല് പ്രസംഗിച്ചു, രാത്രി കൂടാരമൊക്കെ ഉണ്ടാക്കി, അല്ലേ? രാവും പകലും വേല ചെയ്ത് നിങ്ങളോട് ദൈവത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അങ്ങനെയുള്ള പൗലോസാണ് ഈ പറയുന്നത്, വചനം പഠിപ്പിക്കുന്നവർക്ക് ഇരട്ടി മാനത്തിന് യോഗ്യരെന്ന് എണ്ണണം എന്ന് പറയുന്നു. അപ്പൊ ഒരു നാണയത്തിന്റെ ഒരിക്കലും പണസമ്പാദനമായിരിക്കരുത് സഭാ ശുശ്രൂഷകന്റെ ലക്ഷ്യം. എന്നാൽ ആ സഭാ ശുശ്രൂഷകനെ കരുതേണ്ട, ആ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ട ഉത്തരവാദിത്വം ആ പ്രാദേശിക സഭയ്ക്കും ആ കൂടിവരവിന് കൂട്ടായ്മയ്ക്കും ഉള്ളതാണെന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കും. ഇനി ആ പ്രാദേശിക സഭ ചെയ്തില്ലെങ്കിലോ? 2 കൊരിന്ത്യർ 11:9 ഒന്ന് വായിച്ചു. പ്രാദേശിക സഭ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ ദൈവം വേറെ എവിടുന്നേലും അവർക്ക് 2 കൊരിന്ത്യർ 11:9 നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയിട്ടില്ല. കൊരിന്ത്യരോട് പറയാ, നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോ എനിക്ക് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആരോടും വന്ന് ചോദിക്കുകയോ അല്ലേ നിങ്ങളെ ആരെയും ഭാരപ്പെടുത്തുകയോ ചെയ്തില്ല. പകരം മക്കതോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എന്റെ മുട്ട് തീർത്തത് സൂക്ഷിച്ചു. ഞാൻ ഒരു വിധേനയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, മേലാലും സൂക്ഷിച്ചു. അപ്പൊ കൊരിന്ത്യയിലെ സഭ പൗലോസിന്റെ ആവശ്യങ്ങൾക്ക് കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്താ കാരണമെന്ന് നമുക്കറിയില്ല. പൗലോസ് അവരെ ആരെയും ഭാരപ്പെടുത്തിയില്ല. പക്ഷേ മക്കതോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ, ഒന്ന് ശീലാസും തീമത്തിയോസും മക്കതോന്യയിലായിരുന്നു. മക്കതോന്യ എന്ന് പറഞ്ഞാൽ ഫിലിപ്പിയയിലായിരുന്നു. ഫിലിപ്പിയയിൽ നിന്ന് അവര് തിരിച്ചു വന്നപ്പോ ഫിലിപ്പിയയിലെ സഭ പൗലോസിന്റെ ആവശ്യം അറിഞ്ഞ് പൗലോസിന് വേണ്ട സഹായം ഇവര് മുഖേന അയച്ചു കൊടുത്തു. അതാണ് മക്കതോന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എന്റെ ബുദ്ധിമുട്ട് തീർത്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ആർക്കും ഭാരമായി തീർന്നില്ല, ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു, ഇനി മേലാലും സൂക്ഷിക്കും. ഇപ്പൊ കൊരിന്തിലെ സഭ അത്രയും കൊടുക്കുന്ന ഒരു സഭ ആയിരുന്നില്ല. എന്നാല് ഫിലിപ്പിയയിലെ സഭ, അതായത് മക്കതോന്യയിലെ സഭ, അതാ ഫിലിപ്പിയ ലേഖനത്തിൽ പറയുന്നത്. ഫിലിപ്പിയ ലേഖനത്തില് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, 15-ാമത്തെ വാക്യം, 4:15, ഫിലിപ്പിയരെ എന്ന് വിളിച്ചിട്ടാ. ഫിലിപ്പിയരെ സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭത്തിൽ ഞാൻ മക്കതോന്യയിൽ നിന്ന് പുറപ്പെട്ടാറെ നിങ്ങൾ മാത്രമല്ലാതെ ഒരു സഭയും വരവ് ചിലവ് കാര്യത്തിൽ എന്നോട് കൂട്ടായ്മ കാണിച്ചില്ല എന്ന് നിങ്ങളും അറിയുന്നു. തെസ്സലോനിക്കയിലും എന്റെ ബുദ്ധിമുട്ട് തീർപ്പാൻ നിങ്ങൾ 1-2 വട്ടം അയച്ചു തന്നുവല്ലോ. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ദാനം ആഗ്രഹിക്കുന്നുവെന്നല്ല, നിങ്ങളുടെ കണക്കിലേക്ക് കയറുന്ന ഫലം അത്രേ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്നത് എല്ലാം ഉണ്ട്, സമൃദ്ധിയായും ഇരിക്കുന്നു. നിങ്ങൾ അയച്ചു തന്ന് സൗരഭ്യവാസനയായ ദൈവത്തിന് പ്രസാദവും സുഗ്രാഹ്യവുമായ യാഗമായി എപ്പിഫ്രോദിത്തോസിന്റെ കയ്യാൽ ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഇപ്പൊ റോമയിലെ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണ് ഫിലിപ്പിയർക്ക് എഴുതുന്നത്. ഇപ്പൊ ഫിലിപ്പിയയിലെ സഭ പലവട്ടം കൊരിന്തിലായിരുന്നപ്പോഴും തെസ്സലോനിക്കയിലായിരുന്നപ്പോഴും പല തവണ പൗലോസിന്റെ ആവശ്യങ്ങൾക്ക് കൂട്ടായ്മ കാണിച്ചു. ഫിലിപ്പിയയിലെ സഭയുടെ ഒരു പ്രത്യേകത അതുകൊണ്ടാ ഫിലിപ്പിയയിലെ സഭയോട് പറയുമ്പോൾ പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തന്റെ മഹത്വത്തിനൊത്തവണ്ണം, മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തത്. അപ്പൊ കൂട്ടായ്മ കാണിക്കുന്ന ഒരു സഭ, ആവശ്യങ്ങൾക്ക് കൈ നീട്ടുന്ന, കൈ അയക്കുന്നതായ ഒരു സഭയായിരുന്നു ഫിലിപ്പിയയിലെ സഭ. ഇപ്പൊ എഫെസോസിലെ മൂപ്പന്മാരോടും അവരെ അങ്ങനെ അല്ലെ, അവരെ പൂർണ്ണസമയം കർത്താവിന്റെ വേലയിലായിരിക്കുമ്പോൾ അവരെ സംരക്ഷിക്കേണ്ട ചുമതല എഫെസോസിലെ സഭയ്ക്കുണ്ട് എന്നുള്ള തീമത്തിയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. തീമത്തിയോസ് വേണം ആ കാര്യം അവർക്ക് ലഭിക്കുന്നെന്നുള്ളത് ഉറപ്പാക്കുവാനായി. അതാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനോട് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പറയുന്നു, നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേകിച്ചും വചനത്തിലും ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടി മാനത്തിന് യോഗ്യരായിട്ട് എണ്ണുക. കാരണം വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. ഇനിയും അടുത്ത വാക്യം ഇവിടെ ചർച്ച് ഡിസിപ്ലിനെ കുറിച്ചാണ് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് എസെക്കിയേൽ പ്രവചനം 34-ാം അധ്യായവും വായിക്കണം. അവിടെ ഇടയന്മാരെ കുറിച്ച്
വ്യക്തമായിട്ട് പറയുന്നു. ഇടയന്മാരെ കുറിച്ച് എസെക്കിയേൽ പ്രവചനം 34 നോട്ട് എഴുതിയെടുക്കുന്നവര് എഴുതിയെടുത്താൽ മതി, അത് പിന്നീട് വായിക്കാം. ഇവിടെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങള് നമുക്ക് നോക്കാം. 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. യാതൊരുത്തന്റെ മേലും വേഗത്തിൽ കൈവയ്ക്കരുത്, അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുകയും. ഇവിടെ ഡിസിപ്ലിനിങ് ദി എൽഡേഴ്സ്. ഇപ്പൊ ഒരു മൂപ്പൻ തെറ്റ് ചെയ്താൽ, മൂപ്പന്മാര് തെറ്റുകൾ ചെയ്താൽ അവരെ ശാസിക്കുന്നതും അവർക്കെതിരെ ശിക്ഷണ നടപടി സ്വീകരിക്കുന്നതും സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. Those who sin are to be rebuked publicly so that others may take warning. അപ്പോൾ ശിക്ഷാ നടപടികൾ പരസ്യമാക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? മറ്റുള്ളവർക്ക് അതൊരു മുന്നറിയിപ്പായിട്ട് തീരണം, പാഠമായിട്ട് തീരണം. അപ്പോ എന്നാൽ ഇന്ന് പല സഭകളിലും ശിക്ഷാ നടപടികൾ പോലും അങ്ങ് രഹസ്യമാക്കി വെക്കാണ് പതിവ്. എന്നാൽ ശിക്ഷാ നടപടികൾ എങ്ങനെ എടുക്കണം എന്നുള്ളതും പറയുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പ്രധാന കാരണം, ശിക്ഷാ നടപടികൾ എന്ന് പറയുന്ന പർപ്പസ് ഓഫ് ഡിസിപ്ലിൻ ഈസ് റിസ്റ്റോറേഷൻ, നോട്ട് റീവെഞ്ച്. പ്രതികാരം ചെയ്യാൻ വേണ്ടിയല്ല. ഒരാൾ ഒരു തെറ്റിൽ അകപ്പെട്ടു പോയെങ്കിൽ അവനോടൊരു പ്രതികാര നടപടിയായിട്ടായിരിക്കരുത് ഒരു ശിക്ഷ നൽകേണ്ടത്. പകരം അവനെ യഥാസ്ഥാനപ്പെടുത്തുന്ന, റിസ്റ്റോർ ചെയ്യുന്നതിനു വേണ്ടി ആയിരിക്കണം, ഓടിച്ചു വിടാനല്ല. ഗലാത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ, ഗലാത്യർ 6-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നോക്കിയാൽ നമുക്ക് വളരെ പരിചിതമായ വാക്യങ്ങളാണ്. സഹോദരന്മാരെ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീകരായ നിങ്ങൾ അങ്ങനെയുള്ളവനെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തുവിൻ. റിസ്റ്റോർ ഹിം. അവനെ യഥാസ്ഥാനപ്പെടുത്തണം. ഒരുത്തൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ, ഇപ്പൊ തെറ്റ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വത്തെക്കാൾ കൂടുതൽ അകപ്പെട്ടു പോകുന്നത്. പ്രത്യേകിച്ച് ഒരു സഭാ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുന്ന വ്യക്തിയെ എപ്പോഴും ആരുടെ ആക്രമണത്തിന് വിധേയന? പിശാച് എപ്പോഴും അവനെ തെറ്റിക്കാനായിട്ട് ശ്രമിക്കും. വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ തെറ്റില് അകപ്പെട്ടു പോകും. പക്ഷെ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എന്നാ വേണം? സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെടുത്തണം. വായിച്ച് താഴോട്ട്. നീയും പരീക്ഷയിൽ അകപ്പെടാ. ഇതേ തെറ്റ് തന്നെ നിനക്കും വരാം. നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പി. ഒരുത്തനൊരു തെറ്റിൽ അകപ്പെട്ടാൽ അവന്റെ വേദന മനസ്സിലാക്കി അവനെ റിസ്റ്റോർ ചെയ്യുവാനായിരിക്കണം. അപ്പോ നടപടി എടുക്കുമ്പോൾ തിമോത്തിയോസ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങള് തുടർന്നുള്ള ആ വാക്യങ്ങളിലെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുകയാണ് തിമോത്തിയോസിനോട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് നാം ഓർക്കേണ്ടത്, ശിക്ഷണ നടപടി എടുക്കേണ്ടിടത്ത് എടുക്കണം. പക്ഷെ ശിക്ഷണ നടപടിയുടെ ഉദ്ദേശം പ്രതികാര നടപടിയായിട്ടല്ല, പിന്നെയോ അവനെ യഥാസ്ഥാനപ്പെടുത്തുന്നതിന് വേണ്ടി ആയിരിക്കണം ആ ശിക്ഷാ നടപടിയോ ശാസിക്കുകയോ ചെയ്യേണ്ടത്. അങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. 19-ാമത്തെ വാക്യം, 2-3 സാക്ഷികൾ മുഖേന അല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. ഇത് ആവർത്തന പുസ്തകത്തിലും മത്തായിയുടെ സുവിശേഷം 18-ന്റെ 16-ലും 2 കൊരിന്ത്യർ 13-ന്റെ 1-ലും ഒക്കെ നാം കാണുന്ന വാക്യങ്ങളാണ്, അല്ലേ? 2-3 സാക്ഷികളുടെ വാമൊഴി അല്ലാതെ ഒരു കാര്യവും ഉറപ്പാക്കരുത്. മത്തായി 18-ന്റെ 16 വായിച്ചാട്ട് പുതിയ നിയമത്തിൽ തന്നെ വായിക്കാം. ആവർത്തനം 19-ന്റെ 15-ഉം അത് തന്നെയാ പറയുന്നത്. മത്തായി 18-ന്റെ 16. കേൾക്കാനാലോ 2-3 സാക്ഷികളുടെ വായാൽ സകല കാര്യം ഉറപ്പാകേണ്ടതിന് 1-2 പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. ഒരു സഹോദരനുമായിട്ടൊരു പ്രശ്നം ഉണ്ടായാൽ നീ അവനെ തനിച്ചുള്ളപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുക. അവൻ കേൾക്കാഞ്ഞാൽ 2-3 പേരെ കൂട്ടിക്കൊണ്ട് അവന്റെ അടുക്ക ചെല്ലണം. അപ്പൊ 2-3 സാക്ഷികൾ വേണം.
ഇപ്പൊ ഒരു ആരോപണം ഒരു വ്യക്തിയെ കുറിച്ച് ഉണ്ടായാൽ, അല്ലേ, നടപടി എടുക്കുമ്പോൾ, വിചാരണ നടത്തുമ്പോൾ, അല്ലെ, ആ കാര്യത്തെ കുറിച്ച് ചോദിച്ചറിയുമ്പോൾ 2 സാക്ഷികളെ കൂടെ അവിടെ കൂട്ടണം. മാത്രമല്ല, ആരോപണം ഉന്നയിക്കുന്ന ആള്, ഒരാൾ ആരോപണം ഉന്നയിക്കുന്നു, മറ്റൊരാൾ ആരോപണ വിധേയൻ. അങ്ങനെയാണെങ്കിൽ 2 സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ആരോപണ വിധേയനായ വ്യക്തി ആരോപണം ഉന്നയിക്കുന്ന ആളും തമ്മിൽ ഒരുമിച്ച് കാണാനുള്ള ഒരു ഇടവരുത്തുകയും വേണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനമായിട്ടും കാണുന്നത്. ഇന്നത്തെ കാലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും ഇതൊന്നും ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നീ ഒരു പ്രശ്നം ഉണ്ടാക്കണം, എന്നാ പൂച്ചം അവിടെ ഇവിടെ പറയുകയും ചെയ്യും. ഞാൻ പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് പറയും, പക്ഷെ അവിടെ ഇവിടെ എല്ലാം പറഞ്ഞ് അതങ്ങ് കാട്ടുതീ പോലെ കത്തിക്കും. അതാ ഇന്നത്തെ പ്രശ്നം. വേദോസത്തിന്റെ പ്രിൻസിപ്പിൾ അതല്ല. ഉണ്ടെങ്കിൽ ഒരു മൂപ്പന്റെ അടുക്ക കൊണ്ടുചെല്ലണം, അല്ലേ, അവിടുത്തെ ഓവർസിയറിന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം, അവിടുത്തെ ബിഷപ്പിന്റെ അടുക്ക കൊണ്ടുചെല്ലുമ്പോൾ ആരോപണ വിധേയനായ വ്യക്തിയും ആരോപണം ഉന്നയിച്ച ആളും 2 സാക്ഷികളും സഹിതം അവരെ വരുത്തി സംസാരിക്കും. 2-3 സാക്ഷികളുടെ വാമൊഴിയാലല്ലാതെ. അതുകൊണ്ട് വേഗത്തിൽ നീ തീരുമാനം എടുക്കരുതെന്ന് ഇവിടെ പറയുന്നുണ്ട്. മറ്റൊരു കാര്യവും പറയുന്നുണ്ട്, ഡു എവറിത്തിങ് ഓപ്പൺലി, അല്ലേ. അതുകൊണ്ട് 2 സാക്ഷികൾ എന്നുള്ളതാ അവിടെ പറയുന്നത്. അതിനു മുമ്പും പറയുന്നുണ്ട്, പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവരും കേൾക്കെ ശാസിക്കാം. പിന്നെ പറയുന്നു, നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണമെന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. അപ്പോ എല്ലാം സുതാര്യമായിരിക്കണം, ഓപ്പണായിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, ഞാൻ രഹസ്യമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല, ഞാൻ എല്ലാവരും കേൾക്ക പരസ്യമായിട്ടാണ് എല്ലാം സംസാരിച്ചതെന്ന് കർത്താവ് തന്റെ വിചാരണ സമയത്ത് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ പറയുന്നത്, നീ പക്ഷമായി ഒന്നും ചെയ്യരുത്. ഡു നോട്ട് ഷോ പാർഷ്യാലിറ്റി ആൻഡ് ഡോണ്ട് ഡു സംതിങ് ഔട്ട് ഓഫ് പ്രിജുഡിസ്. ഒരു മുൻവിധി കൊണ്ട്, അല്ലേ, ഇന്നാരാ ചെയ്തെങ്കിൽ അത് തെറ്റായിരിക്കും എന്നൊരു മുൻവിധി ഒരിക്കലും ഉണ്ടാകരുത്. മാത്രമല്ല, ഒരു വ്യക്തിയുടെ പദവിയോ സ്വാധീനമോ ഒന്നും ഒരു തീരുമാനം എടുക്കുന്നതിന് സ്വാധീനിപ്പാൻ ഇടവരരുത്. ഈ ഇംഗ്ലീഷിൽ ആ വാക്യം വായിച്ചാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കത് കാണുവാനായിട്ട് കഴിയും. 21-ാമത്തെ വാക്യം 5:21 ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ്, ഐ ചാർജ് യു ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ദ എലക്ട് ഏഞ്ചൽസ് ടു കീപ് ദീസ് ഇൻസ്ട്രക്ഷൻസ് വിത്തൗട്ട് പാർഷ്യാലിറ്റി ആൻഡ് ടു ഡു നത്തിങ് ഔട്ട് ഓഫ് ഫേവറിറ്റിസം. ഇപ്പോ ഒരു സഭയിൽ ഒരു സീനിയർ എൽഡർ ഉണ്ടെന്നിരിക്കട്ടെ, അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം, ഈ ചെറുപ്പക്കാരനായ തീമത്തിയോസ് ആണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പൊ ഇത്രയും മുതിർന്ന ഒരാളിന്റെ നേരെ ഞാനെങ്ങനെ ഈ നടപടി എടുക്കും, അല്ലെ ഞാൻ ഇതെങ്ങനെ ചെയ്യും? അതൊന്നും നീ ചിന്തിക്കരുത്. അതിന് പകരം എന്താണ്? ടു കീപ് ദീസ് ഇൻസ്ട്രക്ഷൻസ്, ഈ പറയുന്ന വചനം നീ കൃത്യമായിട്ട് പാലിച്ചു കൊള്ളണം. എന്നിട്ട് അതിനെ കുറച്ചുകൂടെ സീരിയസ് ആക്കുന്നത് എങ്ങനെയാ? ഐ ചാർജ് യു ഇൻ ദ സൈറ്റ് ഓഫ് ഗോഡ് ആൻഡ് ക്രൈസ്റ്റ് ജീസസ് ആൻഡ് ദി എലക്ട് ഏഞ്ചൽസ്. ഞാൻ ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും അവന്റെ വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി വെച്ച് നിന്നോട് പറയുക, നീ ആളുകളെ മുഖത്ത് നോക്കി മുഖപക്ഷമായിട്ടൊന്നും തീരുമാനിക്കരുത്, അല്ലേ. ആരാണെങ്കിലും പറയേണ്ടത് പറയുവാൻ നിനക്ക് കഴിയണം. കാരണം ഈ നൽകുന്ന വചനം, ഈ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നീ തീരുമാനങ്ങള് എടുക്കുവാൻ. ഇത് ദൈവത്തെയും ക്രിസ്തുയേശുവിനെയും വിശുദ്ധ ദൂതന്മാരെയും സാക്ഷി വെച്ച് കൽപ്പിക്കുന്നതാണ്. അപ്പോ വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഹി ഷുഡ് ആക്ട് വിത്തൗട്ട് പ്രിജുഡിസ് ഓർ പാർഷ്യാലിറ്റി. ആളിന്റെ പദവിയോ സ്വാധീനമോ സ്ഥാനമോ ഒന്നും നോക്കാതെ മുഖപക്ഷമില്ലാതെ നിർദ്ദേശം പാലിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ പറയുകയാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പലപ്പോഴും, അല്ലേ, ഈ കൽപ്പനകളൊക്കെ, ഈ നിർദ്ദേശങ്ങളൊക്കെ ലംഘിച്ചാണ് എടുക്കുക. ഇന്നിപ്പം കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയി, അല്ലേ.
കുറച്ചുകൂടെ പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന കാലത്തേക്കാൾ കൂടുതൽ അല്ലെ സമൂഹത്തിൽ പദവിയും സ്വാധീനവും ഒക്കെ ഉള്ള ആളുകൾ ഇന്ന് സഭയിലെ ചർച്ച് ഓഫീസേഴ്സ് ആയിട്ടോ. അന്ന് പൂർണ്ണ സമയം ഇതിനു വേണ്ടി ഇറങ്ങുന്നവരായിരുന്നു സഭയുടെ കാര്യങ്ങള് തീരുമാനിക്കും. ഇനിയിപ്പോ ഒരു IAS ഓഫീസർ റിട്ടയർ ചെയ്താൽ അദ്ദേഹത്തെ സഭയുടെ ഏതെങ്കിലും സ്ഥലത്ത് ഉപയോഗിക്കാം അല്ലേ എന്നാണ് പെട്ടെന്ന് തീരുമാനിക്കുന്നത്. അദ്ദേഹം രക്ഷിക്കപ്പെട്ടതാണോ അല്ലേ? ഒരു ബിസിനസ് നടത്തുന്ന പോലെ ഒരു സഭയെ നടത്താനായിട്ട് പറ്റത്തില്ല. ചില ബിസിനസ് പ്രിൻസിപ്പിൾസ് നമ്മൾ ഉപയോഗിച്ചെന്നിരിക്കും. ബട്ട് ചർച്ച് ഷുഡ് നോട്ട് ബി റൺ ലൈക്ക് എ ബിസിനസ്. ഇപ്പൊ കോർപ്പറേറ്റ് മേഖലയിൽ വലിയ പദവിയിലുള്ള ഒരാളായിരിക്കാം, വലിയ കമ്പനി, ഒരു മൾട്ടിനാഷണലോ $multi-billion ക്യാപിറ്റൽ ഉള്ള ഒരു കമ്പനി നയിക്കുന്ന ആളായിരിക്കും. പക്ഷേ അതൊന്നും ഒരു സഭയെ നയിക്കാൻ ആ പ്രിൻസിപ്പിൾസ് ഒന്നും ബാധകമാകത്തില്ല. അതുപോലെ അല്ല, ആ കമ്പനി നയിക്കുന്ന പോലെ അല്ല ഒരു സഭയെ നയിക്കണം. അപ്പോ എൽഡേഴ്സിനെ തെരഞ്ഞെടുക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് ദൈവവിളി വേണം, ദൈവഭയമുള്ളവര്, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവർ, അങ്ങനെയുള്ളവരെ വേണം തെരഞ്ഞെടുക്കുവാൻ. എങ്കിൽ മാത്രമേ സഭ നന്നായിട്ട് മുന്നോട്ട് പോകുകയുള്ളൂ. അവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണം, അവരെ കരുതണം. എന്നാൽ അവര് ദുർലാഭമോഹികളോ അല്ലേ ദ്രവ്യാഗ്രഹികളോ ആയിരിക്കരുത്. ഇതെല്ലാം ദൈവം അതിന് കൃത്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഇനിയും 22 മുതൽ 25 വരെയുള്ള വാക്യങ്ങളില് സെലക്ഷൻ ഓഫ് എൽഡേഴ്സ് ആണ് പറയുന്നത്. എങ്ങനെയാണ് ആളുകളെ തെരഞ്ഞെടുക്കേണ്ടത്? ഡു നോട്ട് ബി ഹേസ്റ്റി ഓൺ ഇൻ ദ ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ് ആൻഡ് ഡു നോട്ട് ഷെയർ ഇൻ ദ സിൻസ് ഓഫ് അതേഴ്സ്, കീപ് യുവർ സെൽഫ് പ്യുവർ. അവിടെ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? നീ വളരെ വേഗത്തിൽ യാതൊരുത്തിന്റെ മേലും കൈവയ്ക്കരുത്. നമ്മൾ ചിലപ്പം ആരെയും അടിക്കരുതെന്നാ അല്ലേ, കൈവയ്ക്കരുതെന്നുള്ള ആരെയും വേഗത്തില് കൈവയ്ക്കരുതെന്ന്, പ്രത്യേകിച്ച് ശിക്ഷണ നടപടിയും. പക്ഷെ ഇവിടെ പറയുന്നത് ലേയിങ് ഓൺ ഓഫ് ഹാൻഡ്സ്, ആരെയും പെട്ടെന്ന് കയറി ഓർഡൈൻ ചെയ്യരുതെന്നാണ്. ആരെയും മൂപ്പനായിട്ട് അല്ലേ, അച്ഛനായിട്ടോ പാസ്റ്ററായിട്ടോ ഒന്നും ആരെയും പെട്ടെന്ന് നിയോഗിക്കരുത്. അതിനു മുമ്പ് എന്തോ വേണം? ഒരു കെയർഫുൾ ഇൻവെസ്റ്റിഗേഷൻ. ആ വ്യക്തിയെ സഭയിലെ മൂപ്പനായി തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശരിയായ ആത്മീക വിലയിരുത്തൽ നടത്തിയിരിക്കണം. ഒരു തൊഴിലായിട്ടോ പണസമ്പാദന മാർഗമായോ ബഹുമാന്യതയുള്ള ഒരു പദവിയായോ കണ്ട വ്യക്തികൾ സഭാ ശുശ്രൂഷയ്ക്കായി അച്ഛനായിട്ടോ പാസ്റ്ററായിട്ടോ വരുമ്പോൾ അവരെ തെരഞ്ഞെടുക്കുന്നവരുടെ ഉത്തരവാദിത്വം ദൈവം മുമ്പാകെ വലുതാണെന്ന് അവർ ഓർക്കണം അല്ലേ? അതുകൊണ്ടാ പറയുന്നത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്താ? താഴോട്ടുള്ള വാക്യം വായിച്ചാൽ നമുക്കത് വ്യക്തമാകും. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുതെന്ന് പറഞ്ഞാൽ ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിന് മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു. 24-ാമത്തെ വാക്യം. ഒരാളെ മൂപ്പനായിട്ട് തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ഒരു നല്ല സാക്ഷ്യം കൊണ്ടവനായിരിക്കണം. അതാ പറയുന്നത് ചിലരുടെ പാപങ്ങള് വിസ്താരത്തിന് മുമ്പേ എല്ലാവർക്കും അറിയാവുന്ന, ഇന്നാരും ഇന്ന പോലെ ആണെന്നറിയും. പിന്നെ പറയുന്നു ചിലരുടെ പാപങ്ങളോ ക്രമേണ എത്ര. ചിലരിച്ചിരി ഒതുക്കി പിടിക്കാൻ മിടുക്കര അല്ലേ, അത് ക്രമേണ എത്ര. സൽപ്രവർത്തികളോ അങ്ങനെ തന്നെയാ വെളിവാകും. ചിലരുടെ സൽപ്രവർത്തികൾ പെട്ടെന്ന് അറിയാവുന്നതാ, വെളിവാകാത്തവയും മറഞ്ഞിരിക്കയില്ല. അപ്പൊ ഒരാളിനെ എൽഡറായിട്ട് ഒരു സഭയിലെ ശുശ്രൂഷകനായിട്ട് നിയമിക്കുമ്പോൾ ആ വ്യക്തിയെ കുറിച്ച് ഒരു സഭ വളരെ the church should carefully investigate the lives of the potential leaders. തെരഞ്ഞെടുക്കപ്പെടാൻ ഇടയുള്ള വ്യക്തികളുടെ ജീവിതത്തെ കുറിച്ച് സഭ വ്യക്തമായി ഒരു അന്വേഷണം നടത്തിയിരിക്കണം. എന്നിട്ട് അത് ഉറപ്പാക്കണം അവര് വലിയ പാപങ്ങളിലൊന്നും അകപ്പെട്ടവര് അല്ലെന്നുള്ളത്. ആരും പെർഫെക്റ്റ് അല്ല, എന്നാൽ ഒരു നല്ല സാക്ഷ്യം കൊണ്ടവരായിരിക്കണം എന്നുള്ളത് ഉറപ്പാക്കണം. ഇപ്പൊ തീമോഥെയോസിനെ ലുസ്ത്രയിൽ ചെല്ലുമ്പം തെരഞ്ഞെടുക്കുമ്പോ എന്താ സംഭവിച്ചു? അവൻ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായിരുന്നു. അവന്റെ അപ്പൻ നെവനായിരുന്നു. അവന്റെ വല്യമ്മയും നല്ലൊരു ഭക്തയായ സ്ത്രീയായിരുന്നു. അവൻ അവിടെയുള്ള എല്ലാവരും നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു. അതുകൊണ്ട് പൗലോസ് തീമോഥെയോസ് തന്നോടുകൂടെ പോരണമെന്ന് ഇച്ഛിച്ചു. ഇപ്പൊ പൗലോസ് ഒരാളിനെ കൂടെ കൂട്ടുമ്പോ അത് നോക്കിയ. ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ തെരഞ്ഞെടുപ്പ്? നല്ല കല്യാണം കിട്ടണമെങ്കിൽ അല്ലെ അങ്ങനെയൊക്കെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങി തിരിക്കുന്നവരാണ്.
അല്ലെങ്കിൽ ഒരു വിദേശ പോസ്റ്റിംഗ് ഓർത്ത് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്, അല്ലെ സമൂഹത്തിലെ മാന്യമായ പദവി ഉണ്ട്. അപ്പോ ഇവിടെ പറയുന്ന പാപം ചെയ്യുന്നവരെ മൂപ്പന്മാരാക്കി നിയമിക്കുന്നതിലൂടെ അവരെ ആ ശുശ്രൂഷയ്ക്കായി നിയോഗിക്കുന്ന വ്യക്തി അവരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനാകരുത്. പെട്ടെന്ന് ഒരുത്തനെ പിടിച്ച് കൈവച്ച് അങ്ങ് ശുശ്രൂഷകനാക്കി, അവന്റെ പാപത്തിൽ ഈ കൈവച്ച് ശുശ്രൂഷകനാക്കുന്ന ആളും ഓഹരിക്കാരനാകുക. അതുകൊണ്ട് രക്ഷിക്കപ്പെടാത്തവരെയും ദൈവവിളി ഇല്ലാത്തവരെയും പാപക്ഷമ പ്രാപിക്കാത്തവരെയും തെരഞ്ഞെടുത്ത് ശുശ്രൂഷയ്ക്കാക്കുന്നത് തീർച്ചയായും അവരുടെ പാപങ്ങളിൽ പങ്കാളികളായി തീരുക തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ 24-25 വാക്യങ്ങളില് ഹിഡൻ സിൻസിനെ കുറിച്ച്, ചിലരുടെ പാപങ്ങൾ ക്രമേണ എത്രയെന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ദേ ആർ വെരി ഗുഡ് ഇൻ കൺസീലിംഗ് ദർ സിൻസ്. അവരവരുടെ പാപം മറച്ചു വെക്കാൻ മിടുക്കന്മാര്. അപ്പൊ അതുകൊണ്ടാണ് വളരെ വ്യക്തമായി അവരെ കുറിച്ചൊരു അന്വേഷണം നടത്തി ബോധ്യപ്പെട്ടെങ്കിൽ മാത്രമേ അവരെ സഭാ ശുശ്രൂഷകരായി നിയമിക്കാവൂ. അല്ലെങ്കിൽ അവരുടെ പാപങ്ങളിൽ നീയും ഓഹരിക്കാരന് ആകും. അതുകൊണ്ട് വേഗത്തിൽ ആരുടെയും മേൽ നീ കയ്യെ വെക്കരുത് എന്നാണ് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉത്ബോധിപ്പിക്കുന്നത്. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതാണോ ഇല്ലയോ എന്ന് ഏറെക്കുറെ അല്ലേ സംസാരത്തിൽ നിന്ന് തന്നെ വെളിവാകും. രക്ഷിക്കപ്പെടാത്തവരും ഇന്ന് പല സഭകളിലും ശുശ്രൂഷകന്മാരായി തീരുന്നു. വേദപുസ്തകം വിശ്വസിക്കാത്തവരും വേദപുസ്തകത്തിന്റെ ആധികാരികത അംഗീകരിക്കാത്തവരും വേദപുസ്തകത്തിലെ ആദ്യത്തെ അധ്യായങ്ങൾ വെറും കെട്ടുകഥയാണെന്ന് പറയുന്നവരും ഒക്കെ ഇന്ന് സഭകളിൽ ശുശ്രൂഷകരാണ്. ദൈവവചനത്തിന്റെ ആധികാരികത അംഗീകരിക്കുന്നില്ലെങ്കിൽ ഈ വചനം ജീവനുള്ള വചനം പ്രസംഗിക്കാൻ പോലും അവർക്ക് യോഗ്യതയില്ല. അങ്ങനെയുള്ളവരെ അച്ഛന്മാരായി പാസ്റ്റർമാരായി നിയോഗിക്കുന്നതിലൂടെ നിയോഗിക്കുന്നവരും അവരുടെ പാപത്തിൽ എന്തോ ആയിത്തീരുക, പങ്കാളികളായി തീരുക, ഓഹരിക്കാരായി. അത് വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള, ഇത് പറയുമ്പോഴൊക്കെ പറയും ഇത് വലിയ ഗൗരവമുള്ള പദവിയും വലിയ ഉത്തരവാദിത്വവുമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഇത് ഏൽപ്പിക്കുന്നത്. പക്ഷേ അന്യന്മാരുടെ പാപങ്ങളിൽ പങ്കാളികളായി തീരരുത്, ഓഹരിക്കാരനായി തീരരുത് എന്ന് പറയും. അപ്പൊ ശുശ്രൂഷകരെ കരുതേണ്ട ഉത്തരവാദിത്വം പ്രാദേശിക സഭയ്ക്കുള്ളതാണ്. കരുതാതിരുന്നാൽ സഭ അതിന്റെ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. എന്നാൽ സഭാ ശുശ്രൂഷകരെ പണത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാകരുത്, അവര് ദ്രവ്യാഗ്രഹികള് ആകരുതെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം ഉത്ബോധിപ്പിക്കും. മാത്രവുമല്ല, അങ്ങനെ നിയമിക്കപ്പെടുന്നവർ ദൈവവിളിയുള്ളവരും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരും ദൈവവചനത്തിന്റെ ആധികാരികതയെ അംഗീകരിക്കുന്നവരും ആയിരിക്കണമെന്നും അവര് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നവര് അതിനുവേണ്ടി ദൈവകൃപയോടെ ജീവിക്കുന്നവരും ആയിരിക്കണം. അല്ലെങ്കിൽ അങ്ങനെയുള്ളവരെ നിയമിക്കുന്നതിലൂടെ അവരെ ഓർഡൈൻ ചെയ്യുന്നവര്, അവരെ നിയോഗിക്കുന്നവര് അവരുടെ പാപങ്ങളിൽ പങ്കാളികളായി തീരുന്നു എന്നും ദൈവവചനം വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കും. നമ്മള് സഭകളിലെ ശുശ്രൂഷകളിൽ നമ്മളെ സഭകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട്. സഭാ ശുശ്രൂഷകരാണ് ഒരു സഭയുടെ ഭാവി, അതിന്റെ ആത്മീക പുരോഗതി നിശ്ചയിക്കുന്നത്, അല്ലേ? When the leadership fails, the church will also fail, അല്ലേ? അതിന് നേതൃത്വം പരാജയപ്പെട്ടാൽ, നേതൃത്വം സഭയെ ദൈവത്തിന്റെ വഴിയിൽ ദൈവഹിതപ്രകാരം നടത്തുവാൻ നേതൃത്വത്തിന് കഴിയുന്നില്ലെങ്കിൽ സഭ ദൈവഹിതത്തിൽ നിന്ന് അകന്നു പോകും. ദൈവശക്തി ഇല്ലാത്ത ഒരു വെറും ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന മാത്രമായി സഭ ലോകത്തിലായിത്തീരും. അതുകൊണ്ട് നമ്മുടെ സഭകൾക്ക് വേണ്ടി, സഭാ ശുശ്രൂഷയിലേക്ക് വരുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമ്മെ പരമേൽപ്പിച്ചിരിക്കുന്നു. നമുക്കും വളരെ ഗൗരവത്തോടെ ഈ ശുശ്രൂഷകളിലൊക്കെ പങ്കാളികളായി തീരാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഇവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും.